സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ സ്വർഗാരോഹണ തിരുനാൾ കഴിഞ്ഞ് നമ്മൾ 7ാമത്തെ ഉത്ഥാനത്തിൻ്റെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം അടുത്ത ഞായറാഴ്ചയാണ് പെന്തക്കോസ്താ തിരുനാൾ. തിരുസഭ ആദ്യമായിട്ട് ഉണ്ടായതെന്ന് പറയുമ്പോൾ സ്നേഹാരൂപി, ദൈവത്തിൻ്റെ അരൂപിയായ സ്നേഹം മനുഷ്യഹൃദയങ്ങളിൽ വന്നു ചേർന്നേണ്ട 120ഓളം പേര് ഒരു മനസ്സോടെ ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂടിയ സമൂഹത്തിലേക്ക്, സ്നേഹത്തിൽ ഒരുമിച്ച് കൂടിയ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഐക്യം, സ്നേഹത്തിൽ ഒരുമിച്ച് കൂട്ടിയ ആ സഭയുടെ ആരംഭം അവിടെയാണ് യഥാർത്ഥത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് തന്നെ എല്ലാവരിലും നിറഞ്ഞു, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ് ഇന്ന് അനേക ശരീരങ്ങളിൽ വന്ന് നിറഞ്ഞു. 120ഓളം പേർ അവിടെ. ഇന്ന് ലോകമെമ്പാടും കോടാനുകോടി മനുഷ്യർ വ്യത്യസ്ത സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമൊക്കെയായി കഴിയുന്ന അനേക മനുഷ്യജീവിതങ്ങളിലേക്ക് ഒരേ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള അനേക കോടി മനുഷ്യരുടെ ഉള്ളിൽ ഒരേ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെയാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരിലും വസിച്ചുകൊണ്ട് ഒരുപോലെ ദൈവഹിതം, അതായത് ദൈവവചനം എല്ലാവരും അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭരണം. അപ്പോൾ അതാണ് ശരിക്കും ഇന്ന് പൗലോസ്ലീഹായൊക്കെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ അവർ പോയ സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 19ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ വായനയിൽ പൗലോസ് എഫേസസിൻ്റെ ഉൾനാടുകളിലേക്ക് പോയപ്പോൾ അവിടെ ഏതാനും യേശുവിൽ വിശ്വസിക്കുന്ന കുറേ പേരെ കണ്ടുമുട്ടി. അപ്പോൾ അപ്പസ്തോലൻ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അപ്പോൾ അവർ പറയാണ്, അതെന്താണ്, അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ വിശദീകരിച്ച് കൊടുക്കുകയും യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും യേശു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന കാരണം ആദത്തിൻ്റെ ഹവ്വായുടെയും പാപനിമിത്തം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ആദത്തിൻ്റെ ഹവ്വായുടെ മക്കളും തലമുറകളും മുഴുവൻ ഇങ്ങോട്ട് യേശുക്രിസ്തു വരെ പാപത്തിന് അടിമകളായിരുന്നു, സാത്താൻ്റെ അടിമത്തിലായിരുന്നു. എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ, അവരുടെ ആത്മാവിൽ അവരെ നയിച്ചുകൊണ്ടിരുന്നത് ദുഷ്ടാരൂപിയായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവാരൂപിയാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പുറത്താക്കപ്പെട്ട അവരുടെ ഉള്ളിൽ ശുദ്ധാരൂപിയാണ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില വ്യക്തികൾ ദൈവം പ്രവാചകന്മാരായിട്ടൊക്കെ അയക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളുടെ ഉള്ളിലും ദുഷ്ടാരൂപിയായിരുന്നു. വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും എന്തെല്ലാമാണ് ജഡത്തിൻ്റെ, ഗലാത്യർ 5:19 പറയുന്ന ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരെ ദൈവത്തിന് ഒരിക്കലും തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യതയിലേക്ക്, പരദീസ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല. കാരണം അവരുടെ മനസ്സിനെയും ചിന്തകളെയും നയിച്ചിരുന്ന ദുഷ്ടാരൂപിയാണ്. ഉൽപ്പത്തി 6 വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഒരിക്കലും കുടികൊള്ളുകയില്ല. അവനെപ്പോഴും ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ രീതിയിലാണ്, തിന്മയാണ് അവരെ നയിക്കുന്നത് ഒരിക്കലും. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം മനുഷ്യൻ്റെ രൂപത്തിൽ റോമർ 8 വായിക്കുകയാണെങ്കിൽ നമ്മൾ 1ാമത്തെ അധ്യായം ഇങ്ങനെയാണ് പറയുക, യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ട്, യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന്. അപ്പോൾ യേശുക്രിസ്തുവാണ് ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നത്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിലാണ് മനസ്സിൽ അല്ല ആത്മാവിൽ തിന്മ വസിക്കുന്നത് കൊണ്ട് സകല പ്രവർത്തനങ്ങളും മനസ്സിലും ശരീരത്തിലും മുഴുവനും സാത്താൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. കൊല്ലും, കൊലപാതകം, ദൈവത്തെ ധിക്കരിക്കുകയും, ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് മോശ നയിക്കുമ്പോൾ പോലും മോശയെ കല്ലെറിഞ്ഞു കൊല്ലാനും ദൈവത്തെ ചോദ്യം ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ് അവരുടെ
ഉള്ളിൽ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം തീരുമാനമെടുത്തു, മനുഷ്യനായിട്ട് ദൈവം തന്നെ വന്നുകൊണ്ട് പൗലോസിലെ പറഞ്ഞ റോമർ 8 വായിക്കുകയാണെങ്കിൽ 1 തൊട്ട് 15 വരെയുള്ള വചനം വ്യക്തമായതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്, പാപം ചെയ്ത ശരീരം, മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു. അപ്പം മനുഷ്യൻ്റെ പൂർണ്ണ മനുഷ്യനും, അതാണ് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അപ്പോൾ പൂർണ്ണ മനുഷ്യനായ യേശുക്രിസ്തു പൂർണ്ണ ദൈവമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യൻ്റെ ഒരു ശരീരത്തിലും പാപം ചെയ്യാതെ പൂർണ്ണമായും ദൈവഗതത്തിനായി ജീവിക്കുകയാണ്. യേശുവിൻ്റെ ശരീരം പരിശുദ്ധമായ ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊക്കെയാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാരണം പഴയ നിയമത്തിൽ 1 വയസ്സ് താഴെയുള്ള ഒരാട്ടിൻകുട്ടി, 1 വയസ്സ് താഴെയുള്ള ഒരാട്ടിൻകുട്ടി, ഒരാൺ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് പുരോഹിതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം തളിച്ചുകൊണ്ട് അതിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ട് അന്ന് അത് പാപത്തിന് പരിഹാരമായിരുന്നുവെന്ന് മോശയുടെ നിയമത്തിൽ കൊടുത്തനുസരിച്ച് അവരത് ചെയ്യുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യന് സദൃശനല്ല. ആട്ടിൻകുട്ടിയും മനുഷ്യനും തമ്മിൽ ഒന്നല്ലല്ലോ. ആടിൻ്റെ ശരീരവും മനുഷ്യൻ്റെ ശരീരവും എന്തെല്ലാം വ്യത്യാസമുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്ന പോലുള്ള പാപമൊന്നും ആട് ചെയ്യുന്നില്ല. പക്ഷേ ആട് തൽക്കാലം ആ ഒരു ആടിനെ ബലിയർപ്പിച്ച ഊനമില്ലാത്ത 1 വയസ്സ് താഴെയുള്ള ഇണ ചേരാത്ത ഒരാടിനെ 1 വയസ്സ് താഴെയുള്ള ഒരാടിനെ ബലിയർപ്പിക്കുമ്പോൾ അതിന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ദൈവം നിർദ്ദേശിച്ചിരുന്നു. അത് യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു ബലി അന്ന് പഴയ നിയമത്തിൽ, അതാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു, ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാട്. ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്നും അജകവാട് എന്ന് വിളിക്കപ്പെടുന്ന, അജം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ കവാട്, അവിടെ ആടിനെ മേടിക്കാൻ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് മേടിക്കുന്ന ആടിനെ അല്ല നിങ്ങളിനി ബലിയർപ്പിക്കേണ്ടത്. നിങ്ങൾക്കായി ബലിയർപ്പിക്കാൻ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്ന കുഞ്ഞാട്. നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാഹം പണ്ട് മകനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. പക്ഷേ അബ്രാഹത്തിൻ്റെ വിശ്വാസം ദൈവം കണ്ടപ്പോൾ മകനെ ബലിയർപ്പിക്കാൻ തന്നെ തീരുമാനമെടുത്ത് കൊണ്ടുപോയി. പക്ഷേ മകനെ ബലിപീഠത്തിൽ കൈയും കാലും കടത്തിക്കഴിഞ്ഞ് അവനെ വധിച്ചിട്ട് അവനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രഹാം കത്ത് ഉയർത്തിയപ്പോൾ അബ്രഹാത്തെ വിളിച്ചുകൊണ്ട്, തടയരുത്, നിൻ്റെ വിശ്വാസം, നീ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും നിൻ്റെ മകനേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നു, നീ ദൈവത്തിൻ്റെ വചനം സ്നേഹിക്കുന്നു, നീ ലോകത്തിൽ എന്തിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ആ വെളിപ്പെടുത്തൽ ദൈവമായ കർത്താവ് അബ്രഹാത്തോട് പറഞ്ഞു. അപ്പോൾ ബലിവേദിയുണ്ട്, ബലിയർപ്പണം നടന്നേ പറ്റൂ. അപ്പോൾ അവിടെ കാണുന്നത് അബ്രാഹാം മരത്തിൻ്റെ മരക്കൊമ്പുകൾക്കിടയിൽ മരച്ചില്ലകൾക്കിടയിൽ കൊമ്പ് ഉടക്കി കിടക്കുന്ന ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനെ അവിടെ ദൈവം കൊടുത്തു. ആ ആടിനെ എടുത്ത് അബ്രാഹവും മകനും കൂടി ദൈവത്തിന് ബലിയർപ്പിച്ചു. ശരിക്കും അബ്രാഹത്തിന് കിട്ടിയ അത് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അതായത് മരച്ചില്ലകൾക്കിടയിൽ കൊമ്പ് ഉടക്കി കിടക്കുന്ന കുഞ്ഞാട്, അതായത് കാൽവരി മലയിൽ ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞാട് യഥാർത്ഥത്തിൽ അത് അബ്രാഹത്തിന് മകന് പകരമായിട്ട് ബലിയർപ്പിക്കാൻ ദൈവം കൊടുത്തു. അതാണ് യോഹന്നാൻ സ്നാപകൻ ഇതാണ് ലോകത്തിലേക്ക് വന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ ബലിയായി തീരുമ്പോഴാണ് പാപം പരിഹാരം ഉണ്ടാകുന്നത്. യേശു കുരിശിൽ മരിച്ചപ്പോൾ നമുക്കറിയാം, യേശു കുരിശിൽ മരിച്ചപ്പോഴാണ് ബലി പൂർണ്ണമായത്. അന്ന് വരെ ആടുകളെയും കാളകളെയും കൊണ്ടുള്ള ബലി അത് ഒരു ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള ഒരു നിഴൽ പോലെ മാത്രമാണ്. എന്നാൽ യേശു കുരിശിൽ മരിച്ചപ്പോൾ പണ്ട് കാലങ്ങളിൽ മരിച്ചടക്കപ്പെട്ടിരുന്ന ഒരു പാതാളാവസ്ഥയിലായിരുന്ന അനേകരും, യേശു മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് നമുക്കറിയാം. സങ്കീർത്തനം 68 പറയുന്നുണ്ട്, അവന് അവിടുന്ന് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെയും കൂട്ടിക്കൊണ്ടാണ് പോയതെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ബലിയായി കുരിശിൽ തന്നെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം, അവനാണ് യഥാർത്ഥമായ ദൈവം സംപ്രീതനായ ബലി. ദൈവത്തിന് മനുഷ്യരുടെ പാപങ്ങൾ മാറ്റാനുള്ള ഒരേ ഒരു ബലി യേശുക്രിസ്തുവിൻ്റെ ബലിയാണ്. ഇന്നും അത് തന്നെയാണ്. ഇപ്പം നമ്മളിന്ന് പള്ളിയിൽ വിശുദ്ധ കുർബാന, ദേവാലയങ്ങളിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന വേറൊരു ബലിയല്ല. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണവും യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനമൊക്കെയാണ് നമ്മൾ ആ ബലിയിൽ ഇന്നും. വേറൊരു ബലിയിൽ അതേ ബലി തന്നെയാണ് ഇന്നും. അവിടെ പുരോഹിതൻ സ്ഥാനവസ്ത്രം അണിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുകയാണ്. ക്രിസ്തു ബലിവസ്തുവും പുരോഹിതനുമായിത്തീരുന്ന ഒരു സംഭവമാണ് ഓരോ ബലിവേദിയിലും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ബലിയർപ്പിക്കപ്പെട്ട ആ ബലിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളന്ന് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ആ ബലിയിലേക്ക് കൂട്ടിക്കൊണ്ടു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ
പാപങ്ങൾക്കുള്ള പരിഹാരം, സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരം, മനുഷ്യരുടെ സകല ശരീരത്തിൻ്റെ രൂപത്തിൽ വന്നുപോയ സകല പാപത്തിനും പരിഹാരം ഊനമില്ലാത്ത കുഞ്ഞാട യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ സഹിച്ച വേദനകളും മുറിവുകളും അവനയച്ച പീഡകളുമൊക്കെ ദൈവം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന് ശിക്ഷയായി ദൈവം സ്വീകരിച്ചു. യേശുവിൻ്റെ പീഡാനുഭവവും കഷ്ടാനുഭവവും കുരിശിൽ തറയ്ക്കപ്പെട്ടതും അതികഠിന വേദനയൊക്കെ നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും പാപത്തിന്, എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായ ദൈവം സ്വീകരിച്ചു. ഇനിയും നമ്മളത് വിശ്വസിക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് യേശുവെ 2000 വർഷം മുമ്പ് നീ എനിക്ക് വേണ്ടി, ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി നമ്മൾ യേശു നാമത്തിൽ പ്രാർത്ഥിച്ചാലും, കാരണമാണ് യേശു രോഗങ്ങളെ 2000 വർഷം മുമ്പ് യേശയ്യ പറഞ്ഞ പോലെ നമ്മുടെ വേദനകളാണ് അവൻ ചുമന്ന്, നമ്മുടെ ദുഃഖങ്ങളാണ് വഹിച്ച് അവൻ നമുക്ക് വേണ്ടി ഏറ്റ അടികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ രോഗങ്ങളും പ്രശ്നങ്ങളും യേശു 2000 വർഷം മുമ്പ് പരിഹരിച്ച് കഴിഞ്ഞതാണ്, സൗഖ്യപ്പെടുത്തി കഴിഞ്ഞതാണ്. നമ്മുടെ ആരുടെയും പ്രാർത്ഥന കൊണ്ടല്ല, അവനുള്ള വിശ്വാസം മൂലമാണ് എന്നാണ് യേശു എപ്പോഴും പറയുന്നത്. ഇത് പത്രോസും പറയുന്നുണ്ട്, അവനിലുള്ള വിശ്വാസമാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഈ മനുഷ്യനെ നടക്കാറാക്കിയെന്നൊക്കെ. അപ്പോൾ യേശു 2000 വർഷം മുമ്പ് പൂർത്തിയാക്കിയ സൗഖ്യവും അനുഗ്രഹമൊക്കെ ഇന്നും നമുക്ക് ലഭിക്കുന്നത് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നുണ്ട്. അതായത് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക്, അതായത് ദുഷ്ടാരൂപിയെ വിട്ടിട്ട്, അതാണ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ മരിച്ചുപോയവർക്കും കഴിഞ്ഞ തലമുറയ്ക്കെല്ലാം വേണ്ടി ഈശോ കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് പരിഹാര ബലി ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അതരം കൊണ്ട് ഏറ്റുപറയണം. റോമർ 10 പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അവിടെയാണ് തിന്മ വിട്ടുപോകുള്ളൂ. കാരണം തിന്മ നോക്കിയിരിക്കുകയാണ്. ഞാൻ എപ്പോൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നു, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരം കൊണ്ട് ഏറ്റുപറയുന്നു, അപ്പോൾ മാത്രമേ തിന്മ വിട്ടുപോകുള്ളൂ. വിശ്വാസ പ്രമാണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ജൽപ്പനങ്ങളായിട്ട് പോവുകയാണ്. ഈ ജനം അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകലെയാണ്. വിശ്വാസമില്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും ഏതെല്ലാം പ്രാർത്ഥന ചൊല്ലിയാലും ഒരു പ്രയോജനമില്ല. കാരണം നമ്മുടെ ആത്മാവിലാണ് തിന്മ വസിക്കുന്നത്, നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്. അപ്പം നമ്മുടെ ആത്മാവിൽ യേശുവിനെ കുടിയിരുത്തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ. അതായത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതരം കൊണ്ട് അവൻ എൻ്റെ കർത്താവും രക്ഷകനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് തിന്മ വിട്ടുപോകുള്ളൂ. അത് വലിയൊരു മേഖലയാണ്. തിന്മ വിട്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും റോമർ 8 അത് വായിച്ച് ധ്യാനിക്കുന്നല്ല. റോമർ 8 1 തൊട്ട് 14-15 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഈ അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തക്കോസ്ത തിരുനാൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുന്നതല്ല. നമ്മളിത് പല കാര്യങ്ങളും പ്രവൃത്തിയിൽ ചെയ്യുന്നുണ്ട് ചടങ്ങുകളായിട്ട്. ഇതാ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഇതാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസിൽ 13:5 പറയുന്നുണ്ട്. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ, പരീക്ഷിച്ച് അറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എല്ലാം വെറുതെയാണെന്ന് പറയാം. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം, ദുഷ്ടാരൂപി പോയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. കാരണം അന്ന് എഫേസൂസിലേക്ക് പോയപ്പോൾ അവിടെ അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാൻ സ്നാപകൻ വെള്ളം കൊണ്ടുള്ള സ്നാനമാണ് സ്വീകരിച്ചത്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചിട്ടില്ല. നമ്മളെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. പക്ഷേ ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ മേലെ ആദ്യമായി വന്നപ്പോൾ അത് സഭയിൽ നമ്മൾ അംഗമായി ഓരോ കൂദാശകളും നമ്മൾ ആദ്യ കുർബാന സ്വീകരണവും കൺഫർമേഷനും ഒക്കെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. അതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ്. അത് നമ്മൾ ഉറപ്പിക്കണം നമ്മുടെ ഉള്ളിൽ. ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെ നമ്മൾ അറിയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്നേഹത്തിൻ്റെ അളവാണ്. എപ്പോഴും പറയാറുണ്ട്, സ്നേഹത്തിൻ്റെ അളവാണ് ബ്ലഡ് ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ അതിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് അറിഞ്ഞില്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അളവ് എത്രയുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ദൈവികത. അങ്ങനെ അറിയേണ്ടത്, വേറൊന്നുമില്ല. എനിക്ക് ഭാഷാവരവുണ്ട്, ദർശനവരവുണ്ട്, പ്രവചനവരവുണ്ട്, രോഗശാന്തി വരവുണ്ട്, അത്ഭുത പ്രവർത്തിക്കാനുള്ള വരവുണ്ട്. പക്ഷേ ഇതിൽ സ്നേഹമില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവല്ല. ഒറ്റക്കായി നമ്മളവിടെയാണ്. അപ്പോൾ 1 കൊരിന്തോസ് 13 പറഞ്ഞിരിക്കുന്നത്, സ്നേഹമില്ലെങ്കിൽ ഞാൻ വെറുതെ മുഴങ്ങുന്ന ഒരു ചെലമ്പുന്ന കൈത്താളമൊക്കെയാണ്, എൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പോൾ സ്നേഹമാണ് ദൈവം. 1 കൊരിന്തോസിൽ 1 യോഹന്നാൻ 4:8-16 പലപ്പോഴും ചെയ്യുന്നത് ദൈവം സ്നേഹമാണ്, വേറൊന്നുമില്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ശക്തി, ദൈവത്തിന് അതൊക്കെ പറയാം, പക്ഷെ ദൈവം സ്നേഹമാണ് ഒറ്റ വാക്കിൽ.
ഇപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നറിയുന്നത് നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത് വലിയൊരു മേഖലയാണ്. ഈ സാധാരണ സാത്താൻ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ മാറ്റിയിട്ട് തിന്മ കയറാൻ എപ്പോഴും ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ആരോടെങ്കിലും നമ്മുടെ തിന്മ ആരെ കൊണ്ടെങ്കിലും നമ്മളെ ഉപദ്രവിക്കും, ചുമ്മാ ഇരിക്കുമായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സാത്താന് നമ്മൾ നഷ്ടപ്പെടുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ അധീനം. അതൊരിക്കലും സാത്താൻ എപ്പോഴും കുടില തന്ത്രങ്ങളെന്നും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെന്നൊക്കെ പൗലോസ് പറഞ്ഞവനാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, പരിശുദ്ധാത്മസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്, മീൻ എപ്പോഴും വെള്ളത്തിലേ കിടക്കാറുള്ളൂ. വെള്ളമില്ലെങ്കിൽ മീൻ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലേ വസിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി പറയും, ദൈവം ശ്വസിക്കുന്നത് സ്നേഹമാണ്, ദൈവം ഭക്ഷിക്കുന്നത് സ്നേഹമാണ്. ഇത് ഒറ്റ വാക്കാണ്. അപ്പം അതുതന്നെയാണ് ദൈവസ്നേഹവും പരസ്നേഹവും. എല്ലാ കൽപ്പനകളും അതിലധിഷ്ഠിതമാണ്. നമ്മൾ ഈ പെന്തക്കോസ്ത് നാളിൽ ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഇനിയും ആരോടൊക്കെയാണ് എനിക്ക് ക്ഷമിക്കുക. അതാണ് മത്തായി 5 മലയിൽ സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അത് തീരുന്നതിന് മുമ്പ് ഈശോ മത്തായി 5 43 തൊട്ട് 48 വരെ 45 വരെ പറഞ്ഞ വചനമുണ്ടല്ലോ, നമുക്കറിയാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനുമല്ല നമ്മുടെ ശത്രു. നമ്മൾ മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ശത്രു പോലെ കരുതുന്ന വ്യക്തികളുണ്ടല്ലോ, അവരല്ല, അവരുടെ ഉള്ളിൽ തിന്മ പ്രവർത്തിക്കുന്നതാണ് അവർ നമുക്കെതിരായിട്ട് സംസാരിക്കാനും പറയാനും ഇടയായത്. എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, കരയുന്ന ഒരു ആത്മാവുണ്ട്. ശരീരവും മനസ്സും ആത്മാവ്, ശരീരവും മനസ്സും കൂടെ സാത്താൻ കീഴ്പ്പെടുത്തി പാപം ചെയ്യുമ്പോൾ ആ ആത്മാവ് ബന്ധിതമാണ്. ആത്മാവിന് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ആത്മാവിന് ആഗ്രഹമുണ്ട്. അതാണ് ഈ ആത്മാവിൽ, നമ്മുടെ ആത്മാവിന് സാത്താൻ കെട്ടിയിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും സാത്താൻ കെട്ടിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ പള്ളി പോകാൻ നടന്നല്ലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് ആരാധനയ്ക്കായി. അതുകൊണ്ടാണ് പലപ്പോഴും റോമർ 12 പറഞ്ഞത്, ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ദൈവത്തിന് അടിയറ വെക്കുന്നതാണ് ആരാധന. ഇത് രണ്ടുമാണ് നമ്മളെ തടയുന്നത്. നമ്മുടെ ശരീരവും മനസ്സും, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ പ്രവണതകളും ഒക്കെയാണ് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവെന്നറിയാൻ തടയുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനനുസരിച്ച് ശരീരവും മനസ്സും നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. പരിശുദ്ധ അമ്മ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇനി നിറവേറട്ടെ. അപ്പോൾ ഇത് നമ്മളൊന്ന് അറിയണത്. ചുമ്മാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പരിശുദ്ധാത്മാ കാറ്റ് പോലെ വന്ന് അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മുടെ മനോഭാവം അനുസരിച്ചാണ്. അതാണ് മാനസാന്തരപ്പെടുമെന്ന് ഈശോ പറഞ്ഞത്, മനോഭാവത്തിന് മാറ്റം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ നമ്മളെല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ ശക്തി, യേശു ദൈവിക ശക്തി നിലനിർത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒറ്റ കാരണത്താണ്, ക്ഷമിച്ച് സ്നേഹം നിലനിർത്താൻ വേണ്ടിയാണ് ഈശോ പാടുപെട്ടത് കഷ്ടാനുഭവ സമയത്ത്. ശരീരത്തിൻ്റെ വേദനയേക്കാൾ കൂടുതലായിട്ട് വേദന ഉണ്ടാകുമ്പോൾ മാനുഷികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേദന എടുക്കുമ്പോൾ ഈശോ എന്താ പറയുക, പിതാവേ അപ്പാ അവരോട് ക്ഷമിക്കണമേ, അവരെന്നെ വേദന, എനിക്ക് ഭയങ്കര വേദനയാണപ്പാ. പക്ഷേ അവരല്ല, സാത്താനാണത്. ആ വ്യക്തികളല്ല, അവരിലൂടെ സാത്താനാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അവരല്ല. ഇത് ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ അവരല്ലപ്പാ. അവരുടെ ഉള്ളിൽ ദുഷ്ടാരൂപി കയറിക്കൊണ്ട്, ദുഷ്ടാരൂപിയാണ് അവരെ കൊണ്ട് പറയിക്കുന്നത്. അവരോട് ക്ഷമിക്കണമേ അപ്പം. അതാണ് മത്തായി 5. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിലുള്ള ആത്മാവിനെ സ്നേഹിക്കണം. ഇത് വലിയൊരു, അതാണ് ദൈവസ്നേഹം. ദൈവം കാണുന്ന എങ്ങനെയാണ്? പാപികളെ തേടിപ്പോയെന്ന് പറയുമ്പോൾ പാപിയുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് പോകുന്ന ഒരു ദൈവം. ശരീരവും മനസ്സും ദൈവത്തിൻ്റെ. അതുകൊണ്ട് നമ്മളിത് അറിയണം. വരുന്നത് ചുമ്മാ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും നമ്മൾ എത്രയോ നാളായിട്ട് പെന്തക്കോസ്തൊക്കെ ആചരിക്കുന്നുണ്ട്. ഈ 2025 പലപ്പോഴും പറയാറുണ്ട്, വലിയ കൃപയുടെ ഒരു വർഷമാണ് 2025. പല രീതിയിലും നമുക്ക് അമേരിക്കയിൽ നിന്നൊരു മാർപ്പാപ്പ വരെ കിട്ടി. ഓരോ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ, അമേരിക്കയിലെ സിറമല സഭയുടെ 25ാമത്തെ ജൂബിലി ആഘോഷമാണ്. വലിയൊരു വർഷമാണ് ഇത്. പിന്നെ ആഗോള സഭ റോമിലും ജൂബിലി സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചുകൊണ്ട് വലിയ കൃപയുടെ ഒരു കാലഘട്ടം. നമ്മളതനുസരിച്ച് നമ്മളെ ഒരുക്കണം, നമ്മളെ സമർപ്പിക്കണം കൃപയ്ക്കായിട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഇതാണ്, നമ്മൾ ജഡത്തെ നിഹനിക്കുക. റോമർ 8 പറയുന്നുണ്ട്. റോമർ 8 വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ യേശുക്രിസ്തുവിനുള്ളവനല്ല എന്ന് തന്നെ പൗലോസ് പറയാം. വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവ് അല്ലെ, ഈശോ അപ്പോസ്തല നമ്മൾ ഇന്നലെ ചിന്തിച്ചാണ്. സ്വർഗാരോഹണ സമയത്ത് ദൈവരാജ്യം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട, നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്താണ് ശക്തി? ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ, മറ്റുള്ളവരോട് കോപിക്കാതിരിക്കാൻ, നന്മ ചെയ്യാൻ. എന്താണ് ശക്തി ആവശ്യം നമുക്ക്? പരിശുദ്ധാത്മാവ് നിങ്ങൾ ശക്തി പ്രാപിക്കും.
പൗലോസ് വീണ്ടും പറയുകയാണ് റോമർ 8:11-12 പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തെ നിഹനിക്കുന്നെങ്കിൽ, നിഹനിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. ശരീരത്തിൻ്റെ പ്രവണതകളെ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള പ്രേരണ, മനോഭാവങ്ങളെ, ആഗ്രഹങ്ങളെ യേശുവിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം കൊണ്ട് വചനത്താൽ നമ്മൾ നിഹനിക്കണം. എന്ന് പറഞ്ഞാൽ വേണ്ട, അത് ചെയ്യേണ്ട, അത് പാപമാണ്. എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കണം, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കണം, അത് പാപമാണ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. നമ്മൾ അറിയണത്, എനിക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല. അത് വെറുപ്പും വിദ്വേഷവും ദുഷ്ടാരൂപിയുടേതാണ്. എൻ്റെ ഉള്ളിൽ തിന്മ വസിക്കാനായിട്ട് സാത്താൻ എടുക്കുന്ന കെണിയാണിത്. ആരെങ്കിലുമൊക്കെ എന്നോട് എന്തെങ്കിലും പറഞ്ഞതും പ്രവർത്തിച്ചതും അവരല്ല ഈശോ പറഞ്ഞാണ്. അപ്പോൾ അവരോട് ക്ഷമിക്കണമേ. സ്തേഫാനോസ് നമുക്കറിയാം, മനസാന്തരത്തിൻ്റെ വലിയ കാരണമാണ്. അപ്പോൾ അവരോട് ഈ കുറ്റം അവരുടെ മേലെ ആരോപിക്കരുത്. നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. തീർച്ചയായിട്ടും അത്ര എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ അതിനുവേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് മാമോദീസാരുടെ ആദ്യമായി എൻ്റെ ഉള്ളിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ വീണ്ടും ശക്തീകരിക്കണമേ. എൻ്റെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെയാണെങ്കിൽ ഈശോ യോഹന്നാൻ 20 പറയുന്നുണ്ട്, കർത്താവ് അവരുടെ മേൽ ഊതി എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രതീകമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമേ കർത്താവേ. എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് കുദാശകൾ നല്ലൊരു കുമ്പസാരത്തിലൂടെയൊക്കെ ആ ജ്വലനം സംഭവിക്കണം. നല്ലൊരു കുമ്പസാരം, വചനം കേൾക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മശക്തി ജ്വലിക്കുകയാണ്. അപ്പം നമ്മൾ സ്തുതിപ്പിൻ്റെ ആൾക്കാരായിട്ട് മാറും. എപ്പോഴും സാത്താനെന്ന് ഓർത്ത് നോക്കി, ആ പ്രശ്നം ഈ പ്രശ്നം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, ദൈവം നല്ലവനാണെന്ന് പറയാൻ പറ്റുന്നില്ല. ദൈവം നല്ലവനാണെന്ന് പറയുന്നതാണ് സ്തുതിപ്പ് യഥാർത്ഥത്തിൽ. പക്ഷെ ദൈവം എനിക്ക് കുഴപ്പമുണ്ടാക്കി, ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എനിക്കിത് വരുത്തി എന്നൊക്കെ പറഞ്ഞ് സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടിടുമ്പോൾ നമ്മളതിനെ പറയണം, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാതൻ ചെയ്യില്ല എന്നൊക്കെ ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണത്. എന്ത് സംഭവിച്ചാൽ അതാണ് പൗലോസ് റോമർ 8 വീണ്ടും അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, കർത്താവ് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്തിന് എന്നെ മാറ്റാൻ പറ്റും? ഒന്നും, ആപത്തോ പട്ടിണിയോ വാളോ മരണമോ ക്രൂശോ രോഗമോ ക്യാൻസർ, അത് ഞാൻ പാടിയാണ്, ക്യാൻസർ എന്നോടില്ല, രോഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്തെല്ലാം കാര്യങ്ങളാണല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മക്കളുടെ പ്രശ്നങ്ങളോ എന്തെല്ലാമാണ് കർത്താവായ യേശുവിനോട് എന്ന് പറഞ്ഞാൽ എന്നെ ഒരിക്കലും കർത്താവല്ല ഒന്നും വരുത്തിയിരിക്കുന്നത്, എല്ലാം സാത്താൻ കൊണ്ടുവന്നതാണ്. യേശു അതിനുവേണ്ടി ഓൾറെഡി പരിഹാരം ചെയ്തു കഴിഞ്ഞാണ്. അതുകൊണ്ട് യേശുവിനോട് ഞാൻ ചേർന്ന് നിൽക്കണം. റോമർ 8 ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് അടിയറ വയ്ക്കുന്നതാണ് ആരാധന. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരാൻ. ദിവ്യകാരുണ്യമേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.